കല്യാണം കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അതൊരു പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ഭയങ്കര സ്ലോ ഈറ്ററായിരുന്നു പണ്ട്. വീട്ടിലെ ഏറ്റവും ചെറിയ ലഞ്ച് ബോക്സിൽ ചോറുണ്ടായാലും ബ്രേക്ക് തീർന്ന് ബെല്ലടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് തിന്ന് കഴിയില്ലായിരുന്നു. ഒരു പൊറോട്ട ഒക്കെ ഞാൻ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ എടുക്കും തിന്ന് കഴിയാൻ, പുറത്ത് ആരുടെയും പ്രഷറൊന്നും ഇല്ലെങ്കിൽ. ഐം സ്റ്റിൽ എ സ്ലോ ഈറ്റർ, പക്ഷെ പണ്ടത്തെ അത്രയില്ല. കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാനൊരു സ്മോൾ ഷവർമയും ഓനൊരു ലാർജും വാങ്ങിയ ഓൻ്റെ ലാർജും തിന്നു കഴിഞ്ഞ് പിന്നെ എൻ്റെ പാവം ഷവർമ നോക്കി അങ്ങ് ഇരിക്കും. വാസണ്ണൻ്റെ പോലത്തെ ആ നോട്ടവും എൻ്റെ തീറ്റയുടെ സ്പീഡും ബാലൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഷവർമ അങ്ങ് കൊടുക്കും. ആദ്യമൊക്കെ ഒരു രസമായിരുന്നു. പിന്നെ ഇതൊരു ശീലമായപ്പോൾ എൻ്റെ ഫുള്ള് ഷവർമ എനിക്ക് തന്നെ തിന്നാൻ വേണ്ടി ഞാൻ എൻ്റെ സ്പീഡ് പയ്യെ പയ്യെ കൂട്ടി തുടങ്ങി. പിന്നെ നമ്മൾ ചോറൊക്കെ കഴിക്കുമ്പോൾ സ്പെഷ്യൽസ് ഉണ്ടാവില്ലേ, ചിക്കനോ ഫിഷോ എന്തേലും. എനിക്ക് ചോറൊക്കെ ആദ്യം തിന്നിട്ട് സ്പെഷ്യൽസ് എല്ലാം അവസാനം ഒരുമിച്ച് ഒറ്റയ്ക്കിരുന്ന് തിന്നാനാണ് ഇഷ്ടം. ഇങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ അയ്യോ നിന്റെ കറിയൊക്കെ ബാക്കിയായല്ലോ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് കാലിയാക്കും. അങ്ങനെ സ്വന്തം കിട്ടിയതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെ സ്പീഡിൽ കഴിക്കാമെന്നുള്ള ചെറിയൊരു ഗവേഷണത്തിലാണ് ഞാനിപ്പോൾ. ചെറുതായിട്ട് ഫലം കണ്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കെട്ടിയവൻ്റെ ശല്യം കാരണം സ്വന്തം ഈറ്റിംഗ് സ്റ്റൈൽ മാറ്റേണ്ടി വന്നിട്ടുണ്ടോ?